പ്രിയപ്പെട്ടവരെ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഓണത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ഒക്കെ ആഘോഷങ്ങളാണ്. പ്രത്യേകിച്ച് വള്ളംകളിയുടെ ആവേശം പ്രേക്ഷകർക്ക് നൽകാൻ റിപ്പോർട്ടർ TV തയ്യാറെടുക്കുകയാണ്. പുന്നമട ആവേശത്തിൻ്റെ അലകടലാവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നെഹ്റുവിൻ്റെ കയ്യൊപ്പോടുകൂടിയ വെള്ളിക്കിരീടം സ്വന്തമാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ക്ലബ്ബുകൾ. ഇന്ന് UBC കൈനകരിയിലേക്കാണ് നമ്മൾ പോകുന്നത്. വിയപുരം ചുണ്ടന്റെ ചിറകിലേറി പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇത്തവണ വില്ലേജ് ബോട്ട് ക്ലബ്ബ് VBC കൈനകരി. ശരത് SS നമുക്കൊപ്പമുണ്ട്. ശരത്, ക്യാമ്പൊക്കെ ഉഷാരമാണ് എന്ന് തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ്. VBC കൈനകരിയും പള്ളാത്തുരുത്തിയും ഇന്നിപ്പോൾ എല്ലാ ക്ലബ്ബുകളും അവർ തുഴയെറിഞ്ഞ് പരിശീലനം തുടരുകയാണ്. ആവേശത്തിലാണോ ക്യാമ്പുകൾ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ആവേശത്തിന്റെ അലകടലാവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന്റെ എല്ലാവിധ തയ്യാറെടുപ്പിലേക്കും ക്ലബ്ബുകളൊക്കെ തന്നെ കടന്നിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനകരിയുടെ പരിശീലന ക്യാമ്പിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ അവർ തുഴച്ചിൽ മറ്റു പരിശീലനങ്ങളൊക്കെ തന്നെ കടക്കുന്നതിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പാണ്. എന്തായാലും വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലും ഒക്കെ തന്നെയാണ് ഇവിടെയുള്ള ഈ കരക്കാർ ഒന്നടങ്കമുള്ളത്. മാത്രമല്ല വലിയ വിജയപ്രതീക്ഷയില്ല. കഴിഞ്ഞ തവണ ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് പോലെയാണ് VBCക്ക് കഴിഞ്ഞ തവണ കപ്പ് നഷ്ടപ്പെട്ടത്. കാരണം 5 മില്ലി സെക്കൻഡിന്റെ മാത്രം വ്യത്യാസത്തിലായിരുന്നു കഴിഞ്ഞ തവണ പിന്നിലായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതുകൂടി മറികടന്ന് വിജയത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്ലബ്ബ് ഭാരവാഹികളും മറ്റും ക്യാപ്റ്റന്മാരും കോച്ചും ഒക്കെ തന്നെയുള്ളത്. നമുക്കിപ്പം ഇന്ന് പ്രധാനപ്പെട്ട ആളുകൾ കൂടി ചേരുന്നു. ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെയാണ്? ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് തലനാരിഴയ്ക്ക് പേപ്പർ കനം എന്നാണ് പറയുക. സാധാരണ ഇത് മിനിറ്റ്, സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, മില്ലി മൈക്രോ സെക്കൻഡിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിന്റെ ഒരു നിരാശയുണ്ട്. അങ്ങനെ ഒരു വിധി വന്നതിൽ ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയാണ് ഇത്തവണ ഞങ്ങൾ വിയപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ നേതൃത്വത്തിൽ ഇത്തവണ മത്സരത്തിൽ എത്തുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ടീമുകൾ നല്ല തയ്യാറെടുപ്പാണ്. 8-9 ടീമുകൾ ഫൈനലിലെത്തുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമാണ്. അതെല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ 35 ദിവസത്തെ ക്യാമ്പാണ്. 1,10,00,000 രൂപയോളം മുടക്കിയാണ് ഞങ്ങൾ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് ജയിച്ചാൽ പോലെ 8 ലക്ഷം രൂപ താഴെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങളുടെ ആവേശം നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചാൽ ആർപ്പൊക്കെ വിളിച്ചിട്ട് ഉഷാറാക്കിയാലോ? ഓക്കെ അതായത് അരുൺകുമാർ ഈ പറയുന്നത് പോലെ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. സാമ്പത്തികമായ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. ഓരോ തവണ പോകുമ്പോഴും നമ്മുടെ വിവിധ വില്ലേജ് ഈ തുഴക്കാർ പറയുന്നതാണ്. അത് ശരിയുമാണ്. അവർ ചെലവാക്കുന്ന പൈസയുടെ പാതി പോലും അവർക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാറില്ല എന്നുള്ളതാണ്. സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഉള്ളതും പോകും. അതാണ് അവസ്ഥ. താങ്ക് യു ശരത്.